കേസ് അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിൽ ഫൈനലിൽ ബംഗളൂരു FC വേഴ്സസ് മോഹൻ ബഗാൻ പോരാട്ടമായിരിക്കും നടക്കുക. ഇതാ മോഹൻ ബഗാൻ ജംഷഡ്പൂർ FCയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് കടക്കുന്നു. ഇന്നലത്തെ മത്സരം എങ്ങനെയാണോ അതേപോലത്തെ ഒരു പ്രതീതിയാണ്. കാരണം ലാസ്റ്റ് മിനിറ്റ് ഇഞ്ചുറി ടൈം ഗോളിലാണ് മോഹൻ ബഗാൻ ഫൈനൽ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഫസ്റ്റ് ലെഗിൽ 2-1 എന്ന് പറഞ്ഞ ജംഷഡ്പൂരിന് ഒരു ലീഡ് ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഈ ഒരു മത്സരത്തിൽ 2-0 എന്ന് പറയുന്ന ഒരു ലെവലിലാണ് മോഹൻ ബഗാൻ ജയിച്ചത്. അങ്ങനെ അഗ്രിഗേറ്റിൽ 3-2 എന്ന് പറയുന്നൊരു സ്കോറിലാണ് ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തി മോഹൻ ബഗാൻ മുന്നോട്ട് പോകുന്നത്. തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ISL ഫൈനലിലേക്കാണ് മോഹൻ ബഗാൻ പ്രവേശിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. അതായത് ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ പോലെ ഒരു ടീമിനെതിരെ 90 മിനിറ്റ് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പാറ്റേണിലേക്ക് പോകുന്നതിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഖാലിദ് ജമീൽ ഒരു നല്ല ടാക്ടീഷ്യനാണ്. അദ്ദേഹം ഈ ഒരു ടീമിനെ ഇത്രയും ലിമിറ്റഡ് റിസോഴ്സസിൽ നിന്ന് എത്തിച്ചതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാര്യങ്ങളിൽ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും വിസ്മരിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അതേപോലെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമായിരിക്കണം, കൗണ്ടർ സിറ്റുവേഷൻസിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഡിഫൻസിൽ പ്രധാനപ്പെട്ട സ്റ്റീഫൻ എസയും അതുപോലെ അശുതോഷ് മേത്ത എന്നീ താരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ കൗണ്ടർ സിറ്റുവേഷൻ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള പ്ലേയേഴ്സ് ആണോ എന്നുള്ള സംശയമാണ്. കാരണം അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാമായിരുന്നു. ആ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ജംഷഡ്പൂരിന് ഒരു ലീഡും കൂടി, അതായത് ഒരു ഗോളും കൂടി അടിച്ച് ലീഡായിരുന്നെങ്കിൽ, ഒരു 2 ഗോൾസിൻ്റെ ലീഡായിരുന്നെങ്കിൽ മോഹൻ ബഗാൻ കുറച്ചും കൂടി പ്രഷറിൽ പോകുന്ന സിറ്റുവേഷനും അതുപോലെ ജംഷഡ്പൂരിന് കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആകുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോയേനെ. പക്ഷേ അത് പ്രത്യേകിച്ച് ജോതംബർക്കൊക്കെ കിട്ടിയിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഹാവിക്ക് കിട്ടിയ ആ ഷോട്ട് കൃത്യം അത് ജസ്റ്റ് മിസ്സാണ്, പോസ്റ്റിൽ നിന്ന് ഉരുമ്മി പോകുന്നൊരു സാഹചര്യമാണ്. അതൊന്നും കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ഒരു മത്സരത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജംഷഡ്പൂർ FCയുടെ വില്ലനായിട്ട് മാറുന്നത് പ്രണോയ് ഹെൽഡറാണ്. കാരണം നിർണായകമായിട്ടുള്ള 2 മിസ്റ്റേക്സ് ആണ്. ഒന്ന് ഒരു ഹാൻഡ് ബോൾ സിറ്റുവേഷൻ, അത് ഹാൻഡിൽ കൊണ്ടില്ല ഒരിക്കലും ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകാത്ത അവസരത്തിലാണ് അതൊരു ഹാൻഡ് ബോളായിട്ട് മാറുന്നത്, പെനാൽറ്റി സിറ്റുവേഷൻ കിട്ടുന്നതും അങ്ങനെ പെനാൽറ്റി കിട്ടി കമ്മിങ്സ് ഗോളാക്കി മാറ്റുകയും ചെയ്യുന്നത്. അവസാന മിനിറ്റിൽ പ്രണോയ് അത് ക്ലിയർ ചെയ്യേണ്ട ഇൻസിഡൻ്റ് ആണ്. എന്തിനാണ് അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഷോർട്ട് പാസ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലായില്ല. കാരണം പെനാൽറ്റി സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഷൂട്ടൗട്ട് സിറ്റുവേഷനിലേക്ക് പോയിരുന്നെങ്കിൽ ജംഷഡ്പൂർ ഇനി ഒരു സാധ്യതയുള്ളൂ. അപ്പം ക്ലിയർ ചെയ്യുക ആദ്യം മുതൽ തന്നെ ചെയ്ത രീതി എന്തിനാണ് അവസാനം എത്തിയപ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു ഷോർട്ട് പാസ് രീതിയിലേക്ക് പോയത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അവിടെ നിന്നാണ് അതൊരു മിസ് പാസ്സായിട്ട് മാറുന്നതും. താപ്പയ്ക്ക് കിട്ടി, താപ്പ അത് അപ്പുയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് ഒരു ഒന്നാം തരം ഗോൾ, ഒരു കേർവിങ് ചെയ്ത് അടിച്ച്, കാരണം അത്രത്തോളം ഫോമിൽ നിൽക്കുകയാണ് ആൽബിനോ. ഏത് തരത്തിലടിച്ചാലും ഗോളാക്കാൻ പറ്റുമെന്നുള്ള സിറ്റുവേഷൻസിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അടിച്ച ആ ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ചാൻസ്, ഒരു സാധ്യതയില്ലായിരുന്നു ആൽബിനോയ്ക്ക്. അതാണ് അപ്പുയ ഗോളാക്കി മാറ്റിയത് എന്നുള്ളതാണ്. അങ്ങനെയാണ് 90 മിനിറ്റ്സും കഴിഞ്ഞിട്ട് ആ ഗോൾ കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മത്സരത്തിലുടനീളമാണെങ്കിലും ഈ ക്ലിയർ ചെയ്യുക, വരുന്ന ബോൾ ക്ലിയർ ചെയ്യുക എന്നുള്ള സിറ്റുവേഷൻ അപ്പുറത്തേക്ക് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ചാൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു കൗണ്ടർ സിറ്റുവേഷനിലേക്ക് പോകുന്നതോ ഒന്നും ജംഷഡ്പൂർ FCയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടില്ല. ആ ഒരു പ്ലേയേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വൈസ് തന്നെ നമ്മൾ ഫസ്റ്റ് ലെഗിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് തോന്നിയത്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അഗെയിൻ ഫൈനൽ മത്സരമാണ് വരാൻ പോകുന്നത്. ആരായിരിക്കും 2 ഷീൽഡും ട്രോഫിയും വിൻ ചെയ്തിട്ട് മോഹൻ ബഗാൻ ആകുമോ, അതോ ഒരു ഇടവേളയ്ക്ക് ശേഷം ബംഗളൂരു ISL ട്രോഫി നേടുമെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസിറ്റ് അമേരിക്കൻ സൈനിക.